everyone, welcome back to our channel. SSLC Chemistry, Gas Laws and Mole Concept in the second chapter, third part lekana nammal innu kadakkanayittu pogunnathu. പിന്നെ കുറേ ദിവസം കഴിഞ്ഞാണ് ഞാനിപ്പോൾ തേർഡ് പാർട്ട് ഇട്ടതല്ലേ, കുറച്ച് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ആദ്യത്തെ 2 പാർട്ട് കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ അത് കണ്ടിട്ട് തേർഡ് പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റും സെക്കൻഡും പാർട്ടിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതുകൂടി എല്ലാവരും കയറി കണ്ടിട്ട് ഈ പാട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഫിസിക്സിന്റെ ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു, കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററും എടുത്തു കഴിഞ്ഞു. ഈ 3 ചാപ്റ്ററും ഫിസിക്സിന്റെ ഫസ്റ്റ് 2 ചാപ്റ്ററും കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കാണാനായിട്ട് ഞാൻ ലിങ്ക് മുകളിൽ കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതും കൂടി കയറി കണ്ടിട്ട് നിങ്ങൾ ഈ പാട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിന്റെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻ വരും. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോയിൽസ് ലോയും ചാൾസ് ലോയും എന്താണെന്ന് പഠിച്ചു. എന്താണ് ബോയിൽസ് ലോ എന്നും എന്താണ് ചാൾസ് ലോ എന്നും പഠിച്ചു. വോളിയവും പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിച്ചു അല്ലേ. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ പ്രഷർ വാസ് ഡിക്രീസ് ആൻഡ് ദ ടെമ്പറേച്ചർ വാസ് ഇൻക്രീസ്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ വോളിയം? വോളിയത്തിന് എന്ത് സംഭവിക്കും? നമ്മൾ പ്രഷർ കുറയ്ക്കുകയും ടെമ്പറേച്ചർ കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ yes, in Boyle's law we studied that when pressure decreases volume increases. Pressure കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ ഇൻക്രീസസ്, വോളിയം ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആൻഡ് പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പ്രഷർ കൂടിയാൽ വോളിയം കുറയും, ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും. ബോയിൽസ് ലോയും ചാൾസ് ലോയും വെച്ച് നമുക്ക് ഈ റിലേഷൻഷിപ്പ് അറിയാം. Today we are going to discuss about another law, which is Avagadro's law. Avagadro's law എന്ന ലോയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ ലോയിൽ നമ്മൾ പഠിക്കുന്നത്. സോ what will happen when we kept the pressure and the temperature constant? പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ബോയിൽസ് ലോയിലും ചാൾസ് ലോയിലും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് പഠിച്ചു, പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് പഠിച്ചു. ഈ 2 എണ്ണവും പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത് വോളിയത്തെ കൂട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യെസ്, we have to increase the number of molecules. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ വോളിയത്തിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴാണ്? പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയത്തിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, അത് ഫിൽ ചെയ്യാൻ എല്ലാവരും. നമ്പർ ഓഫ് മോളിക്യൂൾസ് എഴുതുക അവിടെ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ്, ദ വോളിയം ഓൾസോ ഇൻക്രീസസ് when the pressure and the temperature was kept constant. This was found by scientist Amadeo Avagadro. Amadeo Avagadro എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇതിനെ കണ്ടുപിടിച്ചത്. So his law is known as Avogadro's law. അതുകൊണ്ടാണ് ഈ ലോയിനെ Avogadro's law എന്ന് പറയുന്നത്. So what is Avogadro's law? എന്താണ് Avogadro's law? Yes, at constant temperature and pressure, the volume of a gas is directly proportional to the number of molecules. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ചേഞ്ച് ഇല്ലാത്ത പ്രഷറും ടെമ്പറേച്ചറിന്റെയും സമയത്ത് വോളിയം എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അവിടെ എന്ത് സംഭവിക്കും? ഇപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓൾസോ ഇൻക്രീസ്. സോ ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. This is Avogadro's law. So what is Avogadro's law? At a constant temperature and pressure,
the volume of a gas is directly proportional to the number of molecules. Volume of a gas, ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഈക്വൽ ആയിരിക്കും. വാട്ട് ഈസ് വോളിയം? അത് സ്പേസ് ഓക്കുപൈഡ് ബൈ എ സബ്സ്റ്റൻസ്. അത് ഇരിക്കാൻ ആവശ്യമായ സ്പേസ് എത്രയാണോ അതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. സോ ഈ വോളിയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് അവഗാഡ്രോസ് ലോ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, ഇറ്റ്സ് വോളിയം ഓൾസോ ഇൻക്രീസസ്. Then we are going to discuss about how is the number of minute particles calculated. എത്രത്തോളം മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന ആ നമ്പർ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മൈന്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് അല്ലേ, അത്രയ്ക്ക് ചെറുതാണ്. അവ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മാത്സ് വെച്ച് നമുക്കറിയാം, ഇപ്പം ഒരു കോയിനിന്റെ മാസ് എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണ്, 5 കിലോഗ്രാം ആണ്. സോ 1000 കോയിന്റെ മാസ് എന്തായിരിക്കും? അപ്പോൾ ഒരു കോയിനിന്റെ മാസ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം ആണ്. അപ്പൊ 1000 കോയിന്റെ മാസമാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 5നെ 1000 കൊണ്ട് ഇൻഡ്യൂ അല്ലെ, 5 × 1000 5000 കിലോഗ്രാം എന്ന് കിട്ടും. ഇതുപോലെയാണ് നമ്മൾ മൈന്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പറും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. If the particles having the same size and mass, even though they are in course, we can determine their accurate number on the basis of mass. അപ്പോൾ നമുക്ക് മാസിന്റെ ബേസിസിൽ എത്രത്തോളം ഉണ്ടെങ്കിലും, മില്യൺ കോടിക്കണക്കിനുണ്ടെങ്കിലും നമുക്ക് അതിന്റെ മാസിന്റെ ബേസിസിൽ അത് എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് ദർ ഇതെല്ലാം ഈക്വൽ ആണെങ്കിൽ, സൈസും മാസും ഈക്വൽ ആണെങ്കിൽ, എത്രയുണ്ടെങ്കിലും കോടിക്കണക്കിന് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും നമുക്ക് അതിന്റെ മാസിന്റെ ബേസിസിൽ എത്ര നമ്പർ എണ്ണം ഉണ്ട് അതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then relative atomic mass. റിലേറ്റീവ് അറ്റോമിക് മാസ് ഫോക്കസ് ഏരിയയിലൊന്നുള്ള പോയിന്റ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. അതിൽ നിന്ന് ഒരുപാടൊന്നും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. അതിൽ അങ്ങനെ ക്വസ്റ്റ്യൻസും ഇതുവരെ ചോദിച്ചിട്ടില്ല. എങ്കിലും നമുക്കതൊന്നും ആ ബോക്സ്, ആ ബ്ലൂ കളർ ഒരു ബോക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 38 കിടപ്പുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, എന്താണ് അതൊന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ആക്യുറേറ്റ് മാസ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ത്രൂ ദ മോഡേൺ ടെക്നിക്. അപ്പോൾ നമുക്ക് മൈന്യൂട്ട് പാർട്ടിക്കിൾസിന്റെ ആക്യുറേറ്റ് മാസ് എത്രയാണെന്ന് ഇപ്പോഴത്തെ മോഡേൺ ടെക്നിക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, ദ മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഇസ് 1.67 × 10⁻⁻24 gram. But in particle practice, it is stated in terms of relative mass. So what is relative atomic mass? എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കോ, അടയാളപ്പെടുത്തിക്കോ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ. In this method, the mass of an atom is compared to the mass of another atom and expressed as a number which shows how many times it is heavier than the other atom. The atomic mass of elements are expressed by considering 1/12 mass of an atom of carbon 12 as 1 unit. അതാണ് റിലേറ്റീവ് മാസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ എല്ലാവരും ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കാം. When average atomic masses of elements are calculated taking in account the different isotopes of element, the atomic mass of elements may have fractional values. However, for practical purpose and calculations, most of these values are taken as whole numbers. അപ്പോൾ ആ ബോക്സ് വായിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ബോറടിച്ചു അല്ലേ. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസും ചോദിക്കില്ല. പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന പാർട്ട്, അതായത് നമ്പർ ഓഫ് ആറ്റംസ്, അവഗാഡ്രോ നമ്പർ എന്താണെന്ന് നിങ്ങൾ പഠിക്കും. എങ്ങനെ നമുക്ക് വാട്ട് ഈസ് GMM, വാട്ട് ഈസ് GAM എന്നെല്ലാം പഠിക്കും. അതെല്ലാം നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ആ പാർട്ടെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ ഇന്ന് പഠിച്ച റിലേറ്റീവ് അറ്റോമിക് മാസിന്റെ പാർട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടില്ലായിരുന്നു ആ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് പോർഷനിൽ. അപ്പോൾ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. അത് നിങ്ങൾ ചുമ്മാ കാണാൻ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. പിന്നെ ആ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ സെന്റൻസ് ഒന്ന് കാണാൻ പഠിച്ചു വെക്കുക. എന്തെങ്കിലും കാരണവശാൽ റിലേറ്റീവ് അറ്റോമിക് മാസിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാം.
അതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ കുറച്ച് പാർട്ടേ ഇന്ന് പഠിച്ചുള്ളൂ അല്ലേ. എന്തെല്ലാമാണ് നമ്മളിന്ന് പഠിച്ചത്? യെസ്, അവഗാഡ്രോസ് ലോ എന്താണെന്ന് പഠിച്ചു അല്ലേ. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് what will happen? വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ട് we have to increase the number of molecules. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇനി അവഗാഡ്രോസ് ലോ ബേസ് ചെയ്തുള്ള പാർട്ടേ ഉള്ളൂ ഇതിനകത്ത് ബാക്കി ചാപ്റ്ററിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആദ്യത്തെ 2 പാർട്ട് കണ്ടിട്ട് ഈ 3ാമത്തെ പാർട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പാർട്ട് അടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.